നാരായണ. ഓം സത്യജ്ഞാനസുഖസ്വരൂപമമലം ക്ഷീരാബ്ധിമധ്യസ്ഥിതം യോഗാരൂഢമതിപ്രസന്നവദനം ഭൂഷാ സഹസ്രോജ്വലം ത്രക്ഷ്യം ചക്രപിനാകസാധയവരം ബിഭ്രാണമർക്കച്ഛവിം ചക്രീഭൂതഫണീന്ദ്രമിന്ദുധവളം ലക്ഷ്മീനൃസിംഹം ഭജേ. നമോ നാരായണായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീ ലക്ഷ്മീ നരസിംഹമൂർത്തയേ ശരണം. ശ്രീ ഗുരുവായൂരപ്പ. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം സപ്തമസ്കന്ധം 3-ാമത്തെ അധ്യായം. അതിൽ ഹിരണ്യകശിപുവിൻ്റെ തപസ് വരം കൊടുക്കുന്നതായിട്ട് രംഗങ്ങൾ ഇങ്ങനെ ക്രമേണയായിട്ട് കഥ പറയണു. നമുക്ക് നോക്കാം. ഹിരണ്യകശിപു സ്വയം വിചാരിക്കുകയാണ്, 3 ലോകത്തിനും അധിപതിയാവണം, എന്നെ ആരും ജയിക്കരുത്, എനിക്ക് മരണം ഉണ്ടാവരുത്. ഇത് സാധിക്കാൻ വേണ്ടിയിട്ട് മന്ദരപർവ്വതത്തിൽ ചെന്നിട്ട് കൃച്ഛ്ര തപസ് ചെയ്യാണ്. കൃച്ഛ്ര തപസ് എന്ന് വെച്ചാൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത അത്രയും വിഷമമുള്ളതായിട്ടുള്ള തപശ്ചര്യകൾ. ഒറ്റക്കാലിൻ്റെ പെരുവിരലിൽ മാത്രം ഭൂസ്പർശം ചെയ്ത് മറ്റേ കാല് മുട്ടിന് മീതെ വെച്ചുകൊണ്ട് കയ്യ് മേപ്പോട്ടാക്കി തൊഴുത് കണ്ണ് പകുതി അടച്ച് വേനലിൽ, അതിശക്തമായിട്ടുള്ള വേനലിൽ 4 പുറം തീയിട്ട് പഞ്ചാഗ്നി മധ്യത്തിൽ, പിന്നെ വെള്ളത്തിലാണെച്ചാൽ നല്ല തണുപ്പ് ഉള്ള സമയങ്ങളിൽ വെള്ളത്തിൽ കഴുത്തറ്റം അങ്ങനെ മുങ്ങി നിന്നുകൊണ്ട്, അതേപോലെ മഴയാണെച്ചാൽ മഴ കൊണ്ടും കൊണ്ട്, ആഹാരങ്ങളൊന്നും സ്വീകരിക്കാതെ കണ്ട് ബ്രഹ്മണേ നമ എന്ന് സദാസമയത്തും പറഞ്ഞുകൊണ്ട് അതികൃച്ഛ്രമായിട്ടുള്ള തപസ്സാണ്. അങ്ങനെ തപസ് ചെയ്തു 3 ലോകങ്ങളും തപിക്കാൻ തുടങ്ങി. ഭൂമി കുലുങ്ങാൻ തുടങ്ങി. പലതരത്തിലാണ് കമ്പനങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. അതേപോലെ ഈ സമുദ്രക്ഷോഭങ്ങൾ, നക്ഷത്രങ്ങളൊക്കെ തന്നെ താഴെ വീഴുക, ഉൽക്കാപതനം, ഗ്രഹങ്ങൾ കൂട്ടിമുട്ടുക, അങ്ങനെ ഒക്കെ പ്രശ്നങ്ങളാണ്. പ്രപഞ്ചത്തിന് പോലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഓരോരുത്തർക്കും ഈ ഒരു വിഷമം വല്ലാതെ കണ്ട് അനുഭവപ്പെട്ടു. അപ്പോൾ ഹിരണ്യകശിപു ചിന്തിക്കുന്നത്, ഞാനും ബ്രഹ്മദേവനെ പോലെ ശ്രേഷ്ഠനാവും, വിഷ്ണുവിൻ്റെക്കാൾ മീതെയാണ് ബ്രഹ്മാവിൻ്റെ സ്ഥാനം എന്ന ഒരു ധാരണയിലാണ് സൃഷ്ടികർത്താവ് എന്ന നിലയ്ക്ക് ബ്രഹ്മാവിനെ കണ്ടിരിക്കുന്നത്. എത്ര ജന്മം വേണ്ടി വന്നാലും ശരി, ഞാൻ ആ നിലയിലെത്തും. മാത്രമല്ല, എൻ്റെ ലക്ഷ്യം എല്ലാം വിപരീതമാക്കുക. അധർമ്മമാവണം ധർമ്മം, നരകമാവണം സ്വർഗം, പാപമാവണം പുണ്യം. ഒക്കെ വിപരീതാച്ചാലോ. ഏറ്റവും ഇഷ്ടമുള്ള സ്വാദം ഏതാ? കയ്പ്പ്. ഏറ്റവും മുഖത്തുള്ള ഭാവം ഏതാ വേണ്ട? എപ്പോഴും ഇങ്ങനെ കരഞ്ഞും കൊണ്ട് പേടിച്ചും കൊണ്ട്. പേടിയും വേണം, കരച്ചിലും വേണം. അങ്ങനെയാണ്. ഇങ്ങനെ സകലതും ഞാൻ വിപരീതാക്കും എന്ന് നിശ്ചയിച്ചുകൊണ്ടാണ് ബ്രഹ്മപദവി ആഗ്രഹിക്കുന്നത്. ഏതായാലും തപസ് ചെയ്തു. അസുരന്മാരെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണു. തപസ്സിൻ്റെ തീവ്രത കാരണം കൊണ്ട് പുറ്റ് വന്ന് മൂടി. എല്ല് മാത്രമായിട്ടുള്ള ഹിരണ്യകശിപുവിനെ കാണാൻ പോലും പറ്റാണ്ടേ. ഒന്നും കാണാനില്ല, അസ്ഥി മാത്രമേ ഉള്ളൂ, വേറെ യാതൊന്നുമില്ല. അതിനൊരു കാരണമുണ്ട്. കൃതയുഗത്തിൽ അസ്ഥിയിലാണ് പ്രാണൻ കിടക്കുക, ത്രേതായുഗത്തിൽ മാംസത്തിലാണ് പ്രാണൻ കിടക്കുക, ദ്വാപരയുഗത്തിൽ രക്തത്തിലാണ് പ്രാണൻ കിടക്കുക, കലിയുഗത്തിൽ ഈ ശരീരത്തിലല്ല പ്രാണൻ ഇരിക്കുന്നത്. പ്രാണൻ ഇരിക്കുന്നത് സസ്യജാലങ്ങളിലെ അന്നജത്തിലാണ്. ആ അന്നജം കഴിക്കാതെ കണ്ട്, അന്നം ഏത് രീതിയിലായാലും വേണ്ടില്ല, സാധാരണ ധാന്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, ഇലയിൽ ധാന്യത്തിലൊക്കെ ഉണ്ടാവും. അത് കഴിക്കാതെ കണ്ട് നമുക്ക് 32 ദിവസം
അതിൽ കൂടുതൽ ജീവിക്കാൻ പറ്റില്ല, മരിക്കും. ബാക്കി എന്ത് ചെന്നിട്ടും കാര്യമില്ല. ഈ അന്നജം കിട്ടാക്കാനും പ്രാണനായില്ലായിരിക്കണത്. ശരീരപുഷ്ടിക്ക് വേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രാണോർജം. അത് ഈ അന്നജത്തിലാണ് ഇരിക്കുന്നത്. അത് ശുദ്ധവായു കൊണ്ടോ വെള്ളം കൊണ്ടോ മുഴുവനെ നിലനിർത്താൻ സാധിക്കില്ല കലികാലത്തിൽ. അസ്ഥിയിൽ പ്രാണനുള്ള സമയത്ത് പലതും സാധിക്കും. അങ്ങനെ ഈ തപസ്സിൻ്റെ ഈ അതികാഠിന്യം കൊണ്ട് പുറ്റി വന്ന് മൂടി അസ്ഥിയിൽ പ്രാണൻ ഒളിച്ചു, മജ്ജയിലോ ഇടയച്ചലോ ഒളിച്ചു. ബ്രഹ്മാവ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ദേവന്മാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ, തപസ് മുടക്കണം ഹിരണ്യകശിപുവിൻ്റെ. വേഗം ചെന്നിട്ട് എന്താ വരം ചോദിച്ചാൽ അത് കൊടുത്തോളൂ ബ്രഹ്മാവെ, ഇല്ലെങ്കിൽ ഇനിയും ആപത്ത് കൂടുതലുണ്ടാവുക. തപസ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ദേവന്മാർക്ക് ദോഷം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ തപസ് മുടക്കല്ലാണ്ട് വേറെ മാർഗമില്ല. അപ്പോൾ അത് ശരിയാണെന്ന് ബ്രഹ്മാവിനും തോന്നി. അങ്ങനെ ബ്രഹ്മാവ് തപസ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വരം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷമായപ്പോൾ ഒന്നും കാണാനില്ല, പുറ്റ് മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ കമണ്ഡലുവിലെ വെള്ളം തെളിച്ചു, പുറ്റൊക്കെ പോയി. ആ എല്ലിൻ്റെ മീതെ അതിസുന്ദരമായിട്ടുള്ള ശരീരത്തെ, ബ്രഹ്മാവല്ലേ, സൃഷ്ടികർത്താവല്ലേ, അതിസുന്ദരൻ എന്നൊന്നും പറഞ്ഞാൽ പോലെ അത്രയ്ക്ക് സുന്ദരനായി. ഒരു ഹിരണ്യഗർഭനെ പോലെ സ്വർണ്ണ നിറം. അപ്പം ഇതിങ്ങനെ കണ്ടപ്പോൾ ബ്രഹ്മാവിന് പോലും കുറച്ചൊരാശ്ചര്യമായിട്ടോ. ബലം, ഓജസ്, തേജസ്, ശരീരപുഷ്ടി, ബുദ്ധിവൈഭവം തുടങ്ങി പലതും ഉണ്ട്. എല്ലാം കൂടി ചേർന്ന ഒരു അതീവ സൗന്ദര്യം. സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ശരീരത്തിന് മാത്രമല്ല, അത് മനസ്സിനും കൂടിയും അതിൻ്റെ കഴിവ് ഉൾപ്പെടെയുള്ളതെല്ലാം ചേർത്തിട്ടാണ് സൗന്ദര്യം എന്ന് പറയുക. അപ്പോൾ ബ്രഹ്മാവിന് പോലും അത്ഭുതം. പുത്ര, എഴുന്നേൽക്കൂ, എന്താ വരം വേണ്ടത്? നിന്റെ മനോബലം ഞാൻ അറിഞ്ഞിരിക്കുന്നു, നിശ്ചയദാർഢ്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. എന്താ ആഗ്രഹം വെച്ചാൽ പറഞ്ഞോളൂ, ഇനി തപസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്യത്ഭുതമായിട്ട് തപസ്സാണ് നീ ചെയ്തത്. അപ്പം അതുകൊണ്ട് ഇത്രയും വലിയ തപസ് മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, ഇതുവരെ ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ട് ആഗ്രഹം പറഞ്ഞോളൂ, ഞാൻ സാധിപ്പിച്ചു തരാം. അപ്പോൾ ഹിരണ്യകശിപു പുറത്തേക്ക് വന്നു, ബ്രഹ്മാവിനെ വിസ്തരിച്ച് കണ്ടു, നല്ലോണം കണ്ടു. അങ്ങനെയാണ് ഉള്ളിലേക്ക് ആവാഹിച്ചു. 4 മുഖം, പുസ്തകമുണ്ട്, അക്ഷരമാലയുണ്ട്, കമണ്ഡലുണ്ട്, അതിസുന്ദരമായിട്ടുള്ള രൂപം. സൃഷ്ടികർത്താവിൻ്റെ രൂപം തന്നെ ഒരു ത്രിമൂർത്തികളാണല്ലോ, അപ്പോൾ ആ ഈശ്വരഭാവം എല്ലാണ്ട്. കണ്ടു, നമസ്കരിച്ചു, സ്തുതിച്ചു. ബ്രഹ്മമായിട്ട് കണ്ടുകൊണ്ട് സ്തുതിച്ചു. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് മീതെയാണ് ബ്രഹ്മത്തിൻ്റെ സ്ഥാനം. അപ്പോൾ ആ പരമാത്മാവായിട്ട് കണ്ട് സ്തുതിച്ചു. പ്രളയത്തിൽ സ്വതേജസ് കൊണ്ട് പ്രകാശിപ്പിക്കുക, കൽപ്പത്തിൽ സൃഷ്ടി നടത്തുക, എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുക, എല്ലാവരെക്കാട്ടിലും ഉത്കൃഷ്ടനായിട്ട് വിജ്ഞാന സ്വരൂപനായിക്കൊണ്ട് 24 തത്വത്താൽ നിർമ്മിച്ചതായുള്ള പ്രപഞ്ചത്തിൻ്റെ അധിപതിയായിക്കൊണ്ട്, അച്ഛനായിക്കൊണ്ട് നിയന്ത്രണം ചെയ്യുന്ന ഭാവത്തിൽ അതായിട്ട് മാറിയിട്ട് വ്യക്തമായിട്ട് പ്രകാശിക്കുന്നതായിട്ടുള്ള അങ്ങയ്ക്ക് നമസ്കാരം. ഈ സ്ഥാവരം ജംഗമം എല്ലാം അങ്ങാണ്, സത്ത് അസത്ത് അങ്ങാണ്. അങ്ങ് ബുദ്ധിയുടെ അധിപതിയാണ്, തത്വാധിപതിയാണ്, യാഗാധിപതിയാണ്. ഈ അഗ്നിഷ്ടോമം, അത്യഗ്നിഷ്ടോമം, ഉക്തം, ഷോഡശി, അതിരാത്രം, ആപ്തോര്യാമം, വാജ്പേയം, ഇങ്ങനെ നാനാതരത്തിൽപ്പെട്ടതായിട്ടുള്ള യാഗങ്ങളുടെയൊക്കെ അധിപതിയാണ് ഭഗവാൻ. വേദാധിപതിയാണ്, ആത്മാവാണ്, ദ്വന്ദ്വമില്ല. അതേപോലെ അന്തര്യാമിയാണ്, കാലസ്വരൂപിയാണ്, ജന്മരഹിതനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്, പരമേശ്വരനാണ്. സ്ഥാവരജംഗമം അങ്ങയാൽ നിർമ്മിക്കപ്പെട്ടു. അത് പ്രപഞ്ചത്തിന് നിലനിൽപ്പിന് എത്ര കാലമാണോ വേണോ അത് സംരക്ഷിക്കും. ബ്രഹ്മാണ്ടം, ബ്രഹ്മം, ത്രിമൂർത്തി, മറ്റ് ദേവകള് എല്ലാം അങ്ങാണ്. ഈ സ്ഥൂലരൂപം, വിരാട് രൂപം അങ്ങ് തന്നെയാണ്. അവ്യക്തമാണ്, അനന്തനാണ്, വിദ്യ അവിദ്യ അങ്ങാണ്, മായയ്ക്ക് അതീതനാണ്. പിന്നെ സ്തുതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തെ പറയണം. അപ്പോൾ ആവശ്യം പറഞ്ഞു, എനിക്ക് അങ്ങ് വരം തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കരുത്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അത് പറ്റില്ല, മരണം എനിക്കുമുണ്ട്. അപ്പം അതുകൊണ്ട് മരിക്കുന്ന എനിക്ക് അങ്ങേക്ക് മരണമില്ല എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക?
മറ്റെന്തെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധി നല്ലോണ്ട് ചിന്തിച്ചു. മരണം വരുന്നതായിട്ടുള്ള വഴികളുണ്ട്, അത് മുഴുവൻ അടയ്ക്കാം എന്ന് നിശ്ചയിച്ചു. അപ്പോൾ എൻ്റെ മരണം അകത്തും പുറത്തും വെച്ച് പാടില്ല, രാത്രിയും പകലും പാടില്ല, ഭൂമിയിൽ പാടില്ല, ആകാശത്ത് പാടില്ല, വെള്ളത്തിൽ പാടില്ല, മനുഷ്യ മൃഗാദികളൊന്നും പാടില്ല, ബ്രഹ്മാവ് സൃഷ്ടിച്ചതിനെ കൊണ്ടൊന്നും എനിക്ക് മരണം വരാൻ പാടില്ല, ദേവാസുര മനുഷ്യ നാഗ ഒന്നുകൊണ്ടും പാടില്ല, യുദ്ധത്തിൽ ആരും എന്നെ തോൽപ്പിക്കരുത്, 3 ലോക ആധിപത്യം വേണം, അനശ്വരമായിട്ടുള്ള മഹിമ അത് എനിക്ക് വേണം, ദാനം തപസ് യോഗം പ്രഭാവം ഇതൊന്നും എൻ്റെ മീതെ മറ്റൊരാൾ ചെയ്യാൻ പാടില്ല, അത്രയും കൂടുതൽ എനിക്ക് ഉണ്ടാവണം, ഇങ്ങനെ വരം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് ഒന്നിങ്ങനെ ആലോചിച്ചു, ഭഗവാനെ ഒന്ന് സ്മരിച്ചു, ദേവന്മാരുടെ ആവശ്യത്തെ സ്മരിച്ചു, എന്ത് ചോദിച്ചാലും കൊടുത്തോളണം എന്നാണേ. അങ്ങനെ പറഞ്ഞിട്ടാണ് പുത്ര വിളിച്ചു, നീ ചോദിച്ച വരം വളരെ ദുർലഭമാണ്, എല്ലാം ഞാൻ തന്നിരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞ് വരം കൊടുത്തു. രണ്ടാമതൊന്നും ചോദിക്കാനും ഉത്തരം പറയാനൊന്നും സമയം കിടത്തില്ല, ബ്രഹ്മാവ് അവിടുന്ന് മറഞ്ഞു എന്നാണ്. അപ്പോൾ ഒന്ന് തൊഴുതു, ബ്രഹ്മാവിനെ സ്മരിച്ചു, അവിടുന്ന് ഹിരണ്യകശിപു പുറത്തേക്ക് ഇറങ്ങി. അനുജൻ ഹിരണ്യാക്ഷനെ വധിച്ചതായിട്ടുള്ള ആ രംഗത്തെ ഒന്ന് ഓർത്തു. വിഷ്ണു വിരോധം വർദ്ധിച്ചു വന്നു. അതിങ്ങനെ കൂട്ടി വരികയും ചെയ്തു. അതങ്ങനെയാണ്. അപ്പോൾ വരബലം, വീര്യം, തപഫലം ഇതെല്ലാം ഉണ്ട്, മനോബലം, കായബലം ഒക്കെ ഉണ്ട്. 3 ലോകവും ജയിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല, നിരീക്കലേ ഉണ്ടായുള്ളൂ. എല്ലാവരും കീഴടങ്ങി. ദേവന്മാരൊക്കെ രാജ്യം വിട്ടോടി, സ്വർഗം വിട്ടോടി. അങ്ങനെ ഇന്ദ്രൻ്റെ കൊട്ടാരത്തിലായി താമസം. അതിസുന്ദരം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അത് ഹിരണ്യകശിപു കൊണ്ട് ചെന്നപ്പോഴേക്കും താനെ അതിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞു, വിപുലീകരണം കഴിഞ്ഞു, സൗന്ദര്യവൽക്കരണം കഴിഞ്ഞു, മിനുസപ്പെടുത്തുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തു, കളർഫുൾ ആക്കി, ആകർഷകമാക്കി. അതേപോലെ പൂക്കൾ, കായ, ഫലം, വേര്, എന്തൊക്കെയാണ് വേണ്ടെച്ചാൽ സസ്യജാലങ്ങൾ, പച്ചപ്പ്, നദികൾ, അതേപോലെ ശുദ്ധജലായി, അങ്ങനെ പലതും ഒക്കെ സാത്വിക ഭാവത്തിലാണ് ആ സമയത്ത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന മുഴുവൻ അത് ആ സാത്വികത നശിപ്പിക്കലാണ്. അതാ രസം. ഏതായാലും സ്വർഗസുന്ദരികൾ ഉൾപ്പെടെയുള്ള പാട്ടും കൂത്തും എല്ലാം ഉണ്ട് അവിടെ. ആട്ടം, മദ്യമുണ്ട്, ഭയങ്കര മദ്യപാന. അതേപോലെ ദേവന്മാരെ കൊണ്ട് നമസ്കരിപ്പിച്ചു. അവരുടെ ഡ്യൂട്ടികൾ ഇനി നിങ്ങൾ ഡ്യൂട്ടി ഒന്നും ചെയ്യണ്ട, വേറെ ചില പണികളുണ്ട്. ചില വെള്ളം കോരുക, അടിച്ചൂര, അങ്ങനെയുള്ള ഏറ്റവും താഴ്ന്ന ജോലികളാണ് ദേവന്മാരെ കൊണ്ട് ചെയ്യിച്ചത്. ഇതൊക്കെ പ്രകൃതി തന്നെ ചെയ്തു എന്നാ, സ്വയമേവ ചെയ്തു. കാറ്റ് വേണം തോന്നിയാൽ സ്മരിക്കേ വേണ്ടു, കാറ്റാണ്ട് വന്നു. തീ കത്തണം തോന്നിയാൽ തീയാണ് കത്തും. അതിന് വെള്ളം കത്തിക്കേണ്ട വെച്ചാൽ വെള്ളവും കത്തിക്കും. അതാണ്, അത്രയ്ക്കുണ്ട്. ഏതായാലും അഷ്ടദിക്പാലകന്മാരുടെ ഡ്യൂട്ടീസൊക്കെ സ്വയം ചെയ്തു. സിദ്ധ വിദ്യാധര അപ്സരസ്സുകൾ സകല പേരും ഈ ഹിരണ്യകശിപുവിന് സേവനം ചെയ്തുകൊണ്ടേയിരുന്നു. ഭൂമിയിൽ വിതയ്ക്കൊന്നും വേണ്ട, ഒന്നും നടുകയും വേണ്ട, ധാരാളമായിട്ട് വിളകൾ സ്വയമേവ ഭൂമിയിൽ നിന്നുണ്ടായി എന്നാണ്. പടുമുള മുളച്ചിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടായിരുന്ന 6 ഋതുക്കൾ വേണ്ട വിധത്തിൽ. അപ്പോൾ ഒന്നിനും ക്ഷാമമില്ല, വൃദ്ധി, ഭയങ്കര വൃദ്ധിയാ. അതേപോലെ ബ്രാഹ്മണരെ ദ്രോഹിച്ചു, ഈ സാധുക്കളെ ദ്രോഹിച്ചു, എല്ലാവരിൽ നിന്നും പരമാവധി ശാപം ഏറ്റുവാങ്ങി. പുണ്യം ക്ഷയിക്കണ്ടേ, അത് വളരെ കൂടുതലാണ്, കുറച്ചൊന്നുമല്ല കേട്ടോ. ദേവന്മാര്, ഋഷികള്, ബ്രാഹ്മണര് ഭഗവാനെ ശരണം പ്രാപിച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. എത്ര കാലം ചോദിക്കരുത്, അത്രയും കാലം. കുറച്ചധികം കാലമുണ്ട് അത്രേ തപസ്, കുറച്ചധികം കാലം പുണ്യമുണ്ട്, അത് മുഴുവൻ അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഏറെക്കുറെ കഴിയാറായിട്ടില്ല, ലേശം കൂടി ഉണ്ട്. എന്തായാലും ആ സമയത്ത് ദേവന്മാര് വൈകുണ്ഠനെ, നാരായണനെ ഭജിക്കാൻ തുടങ്ങി. അവർക്ക് പരസ്യമായിട്ട് ഭജിക്കാൻ നിവർത്തിയില്ല. ആരും കാണാതെ കണ്ട് ഈ വെള്ളം കോരണതിൻ്റെ ഇടയ്ക്ക്, കഷ്ണം നുറുക്കണതിൻ്റെ ഇടയ്ക്ക്, മിറ്റടിക്കണതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ചെയ്തു എന്നാണ്. എല്ലാ സമയത്തും ചെയ്യാം, ഈ ശുദ്ധി അശുദ്ധി പ്രശ്നമില്ല, അങ്ങനെ ചെയ്തേ പറ്റും. കാരണം അത്രയും അശുദ്ധമാണ് ഹിരണ്യകശിപു രാജാവ് അടക്കം. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതും ചിന്തിക്കാമല്ലോ. അപ്പോൾ ആപധർമ്മമാണ്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് സ്മരിച്ചു. ഭഗവാൻ വിളി കേട്ടു. വിളി കേട്ടത് എങ്ങനെയാ? ഓരോരുത്തരുടെ മനസ്സിൽ ഓരോന്ന് അങ്ങോട്ട് തോന്നിച്ചു. അങ്ങനെയാണ്. ആർക്കൊന്നും പറയാനൊന്നും നിർത്തിയില്ല. പറഞ്ഞ ശബ്ദം പുറത്തേക്ക് വന്നാൽ അത് ചാരക്കണ്ണുണ്ട്, അത് കണ്ടുപിടിക്കും, ഉറപ്പാ. ശിക്ഷയുണ്ട്. വായു മാത്രമേ ആഹാരമുള്ളൂ ദേവന്മാർക്കേ, ഒന്നും കിട്ടണില്ല ആഹാരം. അപ്പം അശരീരി കേട്ടു, നിങ്ങൾക്ക് നല്ലത് വരും. ആവൂ,
ഭഗവാൻ നമ്മുടെ വിളി കേട്ടു. ഏതോ കുറെ കാലമായി ഇത് തുടങ്ങിയിട്ടേ. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ ഈ ദ്രോഹം എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നത് ഞാൻ അറിയുന്നുണ്ട്. അതൊക്കെ അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ട്, അതുകൊണ്ടാണ്, കുഴപ്പമില്ല. അതേപോലെ ഇപ്പോഴത്തെ ഈ ദ്രോഹം കുറച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഒഴിവാക്കി തരും. ഈ ഹിരണ്യകശിപുവിൻ്റെ പുണ്യം ക്ഷയിക്കും, ആയുസ്സും തീരും. അതുവരെ കാത്തിരുന്നേ പറ്റുള്ളൂ. കുറച്ചധികം ഉണ്ട് പുണ്യം, അതേപോലെ ആയുസ്സും കുറേയുണ്ട്. ഇനി സ്വന്തം പുത്രൻ പ്രഹ്ലാദൻ, ഒടുക്കത്തെ പുത്രനാ, ആ പ്രഹ്ലാദനെ ദ്രോഹിക്കും. പ്രഹ്ലാദൻ എൻ്റെ ഭക്തനാ. അപ്പോൾ ഭക്തദ്രോഹം ഞാൻ സഹിക്കില്ല. അതുകൊണ്ട് ആ ഉണ്ണി ഉണ്ടായിട്ട് ഉണ്ണിയെ ദ്രോഹിക്കുന്നത് വരെ നിങ്ങളെ ക്ഷമിച്ചോളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അധികം താമസമില്ലാതെ കണ്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കും. ഹിരണ്യകശിപുവിനെ ഞാൻ മുക്തനാക്കിക്കോളാം. സമാധാനായി. അപ്പോൾ ഈ കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് ഈ ദേവന്മാർ ജോലി ചെയ്യണമെന്ന് വെച്ചാൽ പടിഞ്ഞാറുന്ന ശബ്ദം കേട്ട്, വടക്കോട്ട് തിരിഞ്ഞിട്ടാ വെച്ചാൽ തെക്കുന്നാ കേട്ട, പിന്നുന്ന ശബ്ദം കേട്ടതെന്ന് അർത്ഥം എല്ലാവരുടെയും. അപ്പോൾ പിന്നിലേക്ക് നോക്കിയിട്ട് എന്ന് വെച്ചാൽ എവിടെ നിന്നാണോ ശബ്ദം കേട്ടാൽ അവിടേക്ക് നോക്കിയിട്ട് ഒന്ന് നമസ്കരിച്ചു. അത് ഹിരണ്യകശിപു കാണാതെ കൊണ്ട് കഴിച്ചു കൂട്ടി. മനസ്സുകൊണ്ടാണോ നമസ്കരിച്ചത്, ശരീരം കൊണ്ടാണോ നമസ്കരിച്ചത്, ചോദ്യമില്ല, ഉത്തരവില്ല. ഏതായാലും ഹിരണ്യകശിപു ഒന്നും അറിഞ്ഞില്ല. ഇവിടെ മദ്യം കുടിച്ച് കിടക്കേണ്ടായിരുന്നു, അത് കാരണം ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ ഹിരണ്യകശിപുവിന് 4 പുത്രന്മാരാണ്. ഹ്ലാദൻ, അനുഹ്ലാദൻ, പ്രഹ്ലാദൻ, 4-മത്തെയാണ്. അങ്ങനെ പരമഭക്തനായിട്ടുള്ള ഈ പ്രഹ്ലാദൻ ആ സമയത്ത് സ്വതവേ ഈ ഗർഭത്തിലായിരുന്നു എന്നൊക്കെ കഥയുണ്ട്. ഇനി അത് പ്രഹ്ലാദൻ പറയും. പ്രഹ്ലാദൻ്റെ ഉപദേശ സമയത്താണ് പറയാം. ദേവന്മാരൊക്കെ ഈ ഹിരണ്യകശിപുവിൻ്റെ തപസ്സിൻ്റെ സമയത്ത് ദ്രോഹിക്കാൻ ചെന്നു എന്നും, അപ്പോൾ ബാക്കി അനവധി അസുരന്മാരെ വധിച്ചു ഇന്ദ്രൻ. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ പത്നിയായിട്ടുള്ള കയാധുവിൻ്റെ വയറ്റിൽ പ്രഹ്ലാദൻ ഉണ്ടായിരുന്നു. പ്രഹ്ലാദൻ ജനിച്ചിട്ട് അവനെ കൂടി കൊന്നിട്ട് വേണം എന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഈ കയാധുവിനെ തട്ടിക്കൊണ്ടുപോയി ഇന്ദ്രൻ. അപ്പോഴേക്കും നാരദൻ വന്നു. ഈ ഉണ്ണി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഉണ്ണി ദേവ അനുകൂലിയാണ്, ഭഗവാനാൽ രക്ഷിതനാണ്, അതുകൊണ്ട് ഇന്ദ്ര നീ ഈ ഉണ്ണിയുടെ പേരൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ കയാധുവിനെ പ്രദക്ഷിണം വെച്ചു. എന്നുവെച്ചാൽ ഈ ഉണ്ണിയെ പ്രദക്ഷിണം വെച്ച് ഇന്ദ്രൻ അവിടുന്ന് പോയി. അപ്പോൾ ദേവന്മാർ പോലും ഈ പ്രഹ്ലാദനെ നമസ്കരിച്ചുകൊണ്ടാണ് അവസ്ഥ എന്നുള്ളത് പറയാണ്. അങ്ങനെ ഈ കയാധു താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടപ്പോൾ നാരദനാണല്ലോ രക്ഷിച്ചെടുക്കുന്നത്. നാരദനോട് പറഞ്ഞു കയാധു, എൻ്റെ ഭർത്താവ് തപസ് കഴിഞ്ഞ് വരണ വരെ ഞാൻ പ്രസവിക്കരുത്, എൻ്റെ ജീവനോ എൻ്റെ ഉണ്ണിയുടെ ജീവനോ ആപത്ത് സംഭവിക്കരുത്. ആയിക്കോട്ടെ, പോന്നോളൂ, ശരിയാക്കാം. അങ്ങനെ പോയി അവിടെ ചെന്നിട്ട് ഭാഗവതം മുഴുവനെ ഉപദേശിച്ചു കൊടുത്തു പ്രഹ്ലാദിന് വേണ്ടിയിട്ട്. കയാധു കേട്ടു എന്നാ വെച്ചെന്ന്. കയാധു ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങും. കയാധുവിന് ഭാഗവതമൊന്നും കിട്ടിയോ എന്ന് ചോദിച്ചാൽ ശരിയാ. ഏതായാലും പ്രഹ്ലാദിൻ്റെ അമ്മയാവാൻ സാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രഹ്ലാദൻ അത് മുഴുവനെ ഗർഭത്തിലിരുന്നു കൊണ്ട് കേൾക്കുകയും ചെയ്തു. അതിൻ്റെ സർവ ഗുണഫലങ്ങളും പ്രഹ്ലാദനിൽ ഉണ്ടാവുകയും ചെയ്തു. ഈ ഉണ്ണി അച്ഛൻ്റെ തപസ്സൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് അമ്മയിൽ നിന്നും പുറത്തു വന്നു. പ്രഹ്ലാദൻ സ്വതേ മാതൃകാ ഭക്തനാണ്. 2-ാം വയസ്സിൽ കളിക്കോപ്പ് ഉപേക്ഷിച്ചു എന്നാണ്. എന്നുവെച്ചാൽ കളിക്കോപ്പ് എപ്പോഴാണോ കൈ കിട്ടുന്നത് അപ്പം മുതൽ അത് ഉപേക്ഷിച്ചു, വേണ്ടാന്ന് വെച്ചു. ഭഗവത് സ്മരണയോട് കൂടിയിട്ട് ചിരിക്കും, കരയും, വർത്തമാനം പറയും, നൃത്തം പലതും ചെയ്യും, അഭിനയിക്കും, നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കിടക്കുമ്പോൾ സമയം കളയില്ല, ഭഗവാൻ ആലിംഗനം ചെയ്യുന്നതായിട്ട് ഇങ്ങനെ പലതും സ്വയം അനുഭവിച്ചു. ഒരു ആത്മാരാമ സച്ചിദാനന്ദം തന്നെ അനുഭവിക്കലാണ് സദാസമയത്തും സമാധിഭാവം. അപ്പോൾ ഇതിന് കാരണം എന്താ? നാരദനുമായിട്ടുള്ള സത്സംഗമാണ്. അപ്പോൾ ദുഃഖിക്കുന്ന ഒരാളെ യഥാർത്ഥത്തിൽ ഭക്തനാണ് അദ്ദേഹമെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ വന്നിട്ട് ഭഗവാൻ അതിന് പരിഹാരമായിട്ട് എന്താ കൊടുക്കേണ്ടത് വെച്ചാൽ അത് കൊടുത്തിരിക്കും. ഇവിടെ ഉപദേശമാണ്, ഭാഗവതം പറഞ്ഞു കൊടുക്കാണ് ഉണ്ടായത്, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രഹ്ലാദൻ്റെ ഈ ഭക്തി അത് പ്രഹ്ലാദനോട് കുറച്ച് വിദ്വേഷം ഉണ്ടാകുന്ന രീതിയിലായിപ്പോയി. ഹിരണ്യകശിപുവിൻ്റെ മരണത്തിന് പോലും അത് കാരണമായി തീർന്നു എന്ന് പറയാം. നല്ല കുട്ടി ജനിച്ചിട്ടും ആ കുട്ടിയെ സ്വീകരിക്കാനുള്ള പുണ്യമില്ലാതെ പോയി. അത് ഹിരണ്യകശിപുവിൻ്റെ ഒരു ബ്രാഹ്മണ ദ്രോഹത്തിൻ്റെ ഫലമായിട്ട്, ദേവദ്രോഹത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയതാ. ഒരു മാർഗവുമില്ല. ഇപ്പോൾ യുധിഷ്ഠിരൻ
നാരദനോട് പറയാണ്, ഇങ്ങനെ വരാനുള്ള കാരണം എന്താ? ഇത്രയും തപസ് ചെയ്തു. ബ്രഹ്മാവിനാണെച്ചാലും ത്രിമൂർത്തികൾ തന്നെയാണല്ലോ. അപ്പോൾ ലക്ഷ്യം ശരിയായില്ല. തപസ്സും കാര്യങ്ങളൊക്കെ ശരിയാ, ബ്രഹ്മാവിനെ തപസ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വരം വാങ്ങുന്നത് എന്താ വേണ്ടത്? ഭക്തി തരണേ എന്നാണ്. അഷ്ടദിക്പാലകന്മാരെ ഒക്കെ തപസ് ചെയ്തിട്ട് നമുക്ക് പ്രത്യക്ഷപ്പെടുത്താം. എന്നിട്ട് സകാമ ഭക്തിയോട് കൂടിയിട്ട് പലതും സ്വീകരിക്കാം. പക്ഷേ ഭക്തനാവണേ എന്ന് ആദ്യം പ്രാർത്ഥിക്കണം. ഭക്തിയോട് കൂടിയിട്ട് ഭഗവത് പ്രസാദമായിട്ട് അങ്ങയാൽ തരപ്പെടുന്നത് എനിക്ക് അനുഭവിക്കാൻ സാധിക്കണേ. വരുണനെ പ്രത്യക്ഷപ്പെടുത്തി എനിക്ക് സന്താനം വേണം, ഇതാണല്ലോ ഉദ്ദേശം. വരുണനെ തപസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, സന്താനം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നെ ഭക്തനാക്കണേ, എനിക്ക് ഭക്തിയുള്ള ഒരു ഉണ്ണിയെ തരണേ, ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ സകാമ ഭക്തിയാണ്. പക്ഷേ ഇതുകൊണ്ട് നല്ലതേ വരും, ഈ പ്രാരബ്ധം വരില്ല എന്ന് സാർ. അപ്പം ഇങ്ങനെ ഈ ജന്മനാ തന്നെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനോട് ഹിരണ്യകശിപുവിന് വൈരമല്ലാണ്ട് നോർത്തില്ല. കാരണം വിഷ്ണു ഭക്തനാ. വിഷ്ണു ഇവിടെ ഹിരണ്യകശിപുവിന് വിരോധിയാണ്. അപ്പോൾ പ്രഹ്ലാദൻ ജനിച്ച സമയത്ത് ഗുരു ശുക്രാചാര്യരുടെ തീർത്ഥാടനത്തിനോ ഇടയ്ക്കോ പോയി. ഇത് അറിഞ്ഞുകൊണ്ട് പോയതാണ്. കാരണം നാരദൻ പഠിപ്പിച്ച ഒരാളെ ഇനി ഞാൻ ആദ്യം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് അത് നേരെയാവില്ല. പിന്നെ മാത്രമല്ല, ഞാൻ അസുരന്മാർക്ക് അനുകൂലമായിട്ടേ പഠിപ്പിക്കാൻ പറ്റൂ. ധർമാർത്ഥ കാമങ്ങൾ അത് മാത്രമേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റൂ, മോക്ഷം പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പം അത് പ്രശ്നമാണ്. അതുകൊണ്ട് അവിടുന്ന് മുങ്ങി. അപ്പം ആ സമയത്ത് ഹിരണ്യകശിപു ശുക്രാചാര്യൻ്റെ മക്കളായിട്ടുള്ള ചണ്ടാമർക്കന്മാരെ വിളിച്ച് കൊട്ടാരത്തിനടുത്ത് താമസിപ്പിച്ചു. അവിടെ ഒരു പാഠശാലയൊക്കെ ഉണ്ടാക്കി എല്ലാ കുട്ടികളെയും അങ്ങോട്ടാക്കി. അസുര കുട്ടികൾ, സ്വന്തം കുട്ടികളുണ്ട്, സ്വന്തക്കാരുടെ കുട്ടികളുണ്ട്, പിന്നെ മന്ത്രിമാരുടെ പലരും ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ട്. ആ കുട്ടികളെയൊക്കെ ഒരുമിച്ച് ഇരുന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. പ്രഹ്ലാദനാണ് കേമൻ, അതിൽ മിടുക്കനായിട്ട് പഠിക്കുന്ന ആളെ മുമ്പിൽ. അങ്ങനെ ഗുരു പറഞ്ഞൊക്കെ ശ്രദ്ധിച്ചു. അതിൽ എന്തെങ്കിലും ഭഗവത്പരമായിട്ടുണ്ടോ എന്ന് നോക്കി. അപ്പോഴാണ് ഇല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ ചണ്ടാമർക്കന്മാർ പറഞ്ഞതൊന്നും കേട്ടത് തന്നെ ഇല്ല, വേണ്ടാന്ന് വെച്ചു, ഉപേക്ഷിച്ചു. നാരദൻ പറഞ്ഞത് വീണ്ടും 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 സ്മരണ ചെയ്തു. റിവിഷൻ, അത് ഗർഭത്തിലുള്ള ഇതാണല്ലോ. അപ്പോൾ ഭാഗവതം ഇങ്ങനെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും വായിച്ചു എന്നർത്ഥം. അതിങ്ങനെ പുസ്തകം നോക്കുകയൊന്നും വേണ്ട, നമുക്ക് പുസ്തകം നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. അവർക്കത് വേണ്ട, അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ ചണ്ടാമർക്കന്മാരുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഭാഗവതം ഇവിടെ ഇന്ന് വായിക്കണത്, പുസ്തകം നോക്കാണ്ടേ വായിക്കണത്. അപ്പോൾ ചണ്ടാമർക്കന്മാർ വിചാരിച്ചു, ഞങ്ങൾ പറഞ്ഞത് എന്താണ് ശ്രദ്ധിക്കണ്ട കേട്ടോ ഉണ്ണി. ചണ്ടാമർക്കന്മാർ എന്തേ പറഞ്ഞതെന്നുള്ളത് ഈ ഉണ്ണി കേട്ടിരുന്നില്ല. കാരണം സദാസമയത്തും ഭാഗവതം മാത്രമാണ് കയ്യിൽ. ഇങ്ങനെ പഠനം ഇങ്ങനെ കുറച്ചായി കഴിഞ്ഞപ്പോൾ അച്ഛനൊരു മോഹം, മകനെ ഒന്ന് പരീക്ഷിക്കാം, എത്രത്തോളം പഠിച്ചു എന്നൊക്കെ. അപ്പോൾ മകനെ വിളിച്ചു വരുത്തി, മടിയിലിരുത്തി സാരോപദേശങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുക, പറയുക ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം ലാളന കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാ ഉണ്ണി പഠിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛാ, ഞാൻ ശരീരമാണ് എന്നുള്ള തോന്നലാണ് അബദ്ധമായിട്ടിരിക്കുന്നത്. അത് പൊട്ടക്കിണറിന് തുല്യമാണ്. ഈ ഗൃഹസ്ഥ ജീവിതം ഉണ്ടല്ലോ, അത് സ്വതേ നഷ്ടമാണ്, ദുഃഖമേ തരൂ. കാട്ടിൽ പോയിട്ട് ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത്. എങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ ഹിരണ്യകശിപു ചെറിയ കുട്ടിയല്ലേ ഈ പ്രഹ്ലാദൻ. അപ്പം അതെന്തോ ആരോ അബദ്ധം പറഞ്ഞു കൊടുത്തതാണ്. സ്വന്തം അങ്ങനെ കിട്ടാൻ സാധ്യമല്ല അതൊന്നും. ഗാർഹസ്ഥ ജീവിതത്തിൽ എത്താൻ ഇവിടെ ഇപ്പോൾ 2 വയസ്സ് 3 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ആ സമയത്ത് എങ്ങനെ അതൊക്കെ ചെയ്യുക? അതൊന്നും കൂട്ടിയാൽ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആരോ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഹിരണ്യകശിപു നല്ലോണം ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഈ ശത്രുവായിട്ടുള്ള വിഷ്ണുവിനെ ഇങ്ങനെ അനുകൂലിക്കരുത്, ഇതിന് കാരണക്കാർ ചണ്ടാമർക്കന്മാർ അബദ്ധവശാൽ എന്തെങ്കിലും ബ്രാഹ്മണരാണല്ലോ, വല്ലതും പറ്റിയുണ്ടോ എന്ന് ചോദിച്ചു അവരോട്. ഗുരുകുലത്തിൽ നിങ്ങളല്ലാതെ കണ്ട് വേറെ വല്ല ബ്രാഹ്മണരും വന്നിട്ടുണ്ടോ? ഇല്ല, ആരും വന്നിട്ടില്ല. ഞാൻ ശ്രദ്ധിക്കണം കേട്ടോ, ആസുരഭാവയെ പഠിപ്പിക്കാവൂ. ദേവഭാഗം ആരും പഠിപ്പിക്കരുത്, കാരണം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ശരി, ശ്രദ്ധിച്ചോളാം. അപ്പോൾ നിങ്ങളാൽ അബദ്ധം വരാതിരിക്കാൻ നിങ്ങൾ തന്നെ നോക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ തല ഞാനെടുക്കും. ബ്രാഹ്മണരെ വധിക്കാൻ ഇവിടെ പ്രയാസമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അത് കേട്ടപ്പോൾ ഹിരണ്യകശിപുവിനെ തൊഴുതിട്ട് ഈ പ്രഹ്ലാദിനെ കൊണ്ടിട്ട് അവർ പോയി.
വീണ്ടും ഇതേപോലെ തന്നെ കുറച്ച് കാലം പഠിച്ചു. അതിന് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. പ്രഹ്ലാദൻ പറഞ്ഞു, ഈ മായ കൊണ്ടാണ് ഞാൻ നീ എന്നുള്ള ഭേദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാനെ നമസ്കരിക്കുകയാണ് വേണ്ടത്. അതായത് പഠനം പൂർത്തിയായപ്പോഴേക്കും പ്രഹ്ലാദന്റെ ഭാഗവതം ആവർത്തനം 12 തവണ കഴിഞ്ഞിറക്കണം. വീണ്ടും വീണ്ടും പഠിക്കുക എന്നുള്ളതേ. അപ്പോഴേക്കും ഇവിടെ ഉറച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞത് കാട്ടിൽ പോയിട്ട് ഈ ഗൃഹസ്ഥ ജീവിതമൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ രീതിയിലാണ് അപ്പം മനസ്സിലായത്. അതാണ് അച്ഛനോട് പറഞ്ഞത്. പിന്നെ രണ്ടാമത് വിളിച്ചു കൊണ്ടുവന്നപ്പോൾ അമ്മ തന്നെ ഒരുക്കി പറഞ്ഞയച്ചു എന്നാ, സുന്ദരനാക്കിയിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ മടിയിലൊക്കെ കയറ്റിയിരുത്തി. എന്നിട്ട് ഹിരണ്യകശിപു ചോദിച്ചു, എന്തേ പഠിച്ചേ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛാ എനിക്ക് അന്ന് ഞാൻ പറഞ്ഞതേ കുറച്ചൊരു അബദ്ധമായോ എന്നൊരു സംശയമുണ്ട്. എന്താ ശരി, പറയൂ. അപ്പോൾ വിഷ്ണു വിരോധം പറയുന്നതാണ് നിരീക്ഷിച്ചത്. അന്ന് ഞാൻ അച്ഛനോട് കാട്ടിൽ പോയിട്ട് ഭജിക്കണം എന്നല്ലേ പറഞ്ഞേ, ഗൃഹസ്ഥ ജീവിതം അത്ര നന്നല്ല എന്നല്ലേ പറഞ്ഞേ. പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ അച്ഛാ, ഗൃഹസ്ഥ ജീവിതം തന്നെയാണ് ഉത്തമം. അല്ലേ നന്നായി, ചണ്ടാമർക്കന്മാരെ നോക്കി ശമ്പളം കൊടുത്തു തരാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു, കാട്ടിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നും ഉണ്ടായിട്ടല്ല. ഇവിടെ ഇരുന്നാൽ തന്നെ ഭഗവാനെ ഭജിക്കാൻ സാധിക്കും. വൈരാഗ്യത്തോട് കൂടിയിട്ട് ഇവിടെ ഇരുന്നിട്ട് ഗൃഹസ്ഥ ജീവിതം രാജാവിൻ്റെ ധർമ്മമൊക്കെ പരിപാലിച്ചുകൊണ്ട് അങ്ങ് വിഷ്ണുപരമായിട്ട് എല്ലാ കർമ്മങ്ങളും വിഷ്ണുവിന് സമർപ്പിക്കുക എന്ന ഭാവത്തിൽ ചെയ്തോളൂ. കാട്ടിൽ പോകേണ്ട ആവശ്യമില്ല. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. നമ്മൾ കേൾക്കേണ്ടത് ഭഗവാന്റെ കഥകളാണ്. ഭഗവാനെയാണ് സ്മരിക്കേണ്ടത്. ഭഗവാനെയാണ് അർച്ചനാധികാരങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കേണ്ടത്. ഭഗവാനെ സദാസമയത്തും സ്മരിച്ചുകൊണ്ട് ഭഗവത്പരമായിട്ട് പ്രവൃത്തികളെ ചെയ്യുക. ത്രികരണങ്ങളെ മനസ്സാ വചസാ കർമ്മണ അത് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ എല്ലാവരുടെയും പാദസേവനം ചെയ്യുകയാണ് രാജാവും ചെയ്യേണ്ടത്. ഇപ്പം രാജാവിൻ്റെ കാര്യം എന്താ, സാധാരണ രാജാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇതേന്നാ ധാരണ. ബ്രാഹ്മണരെ ഒഴിച്ച് ബാക്കി ആരെയും വന്ദിക്കണ്ട എന്നാണ്. അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞ രാജാവാണെങ്കിലും എല്ലാവരെയും പാദം പൂജിച്ചുകൊണ്ട് പാദനമസ്കാരമാണ് ചെയ്യേണ്ടത്. അവർക്ക് ദാസനായിട്ട് ജീവിക്കൂ. അതാണ് ഭഗവാൻ ഇഷ്ടം. ഇത് രാജാവേ ഏറ്റവും ക്ഷത്രിയനാണ്, ശൂദ്രന് പാദസേവ ചെയ്യാം. അപ്പം എന്താ ഉണ്ടാവുക? അവരിലുള്ള ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാനായി സങ്കല്പിച്ച് ഭഗവാന് പാദസേവ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിയാവില്ല. ഹിരണ്യകശിപുവിന് ശുണ്ഠി കൂടുതൽ വരുന്നുണ്ട്. പിന്നെ പറഞ്ഞു, എല്ലാവരോടും സഖ്യം വേണം. എല്ലാവരിലും ഭഗവാനുണ്ട്. അതുകൊണ്ട് ഭഗവാനുമായിട്ടൊരു സഖ്യം എന്ന നിലയ്ക്ക് എല്ലാവരോടും തുല്യത അങ്ങനെ കണക്കാക്കിക്കൊള്ളു. എന്നാലും കുഴപ്പമൊന്നുമില്ല. ആത്മസമർപ്പണം ചെയ്യുക എല്ലാവർക്കും വേണ്ടിയിട്ട്. ശുശ്രൂഷു ഭാവത്തിൽ ജീവിക്കൂ എന്നാണ് അതിൻ്റെ സാരം. രാജാവല്ലേ, ഭഗവാന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതവും തന്നെയും സമർപ്പിക്കൂ, പ്രവർത്തനങ്ങളെ സമർപ്പിക്കൂ, ആത്മനിവേദനം ചെയ്യൂ. ഇതാണ്ട് കേട്ടതോട് കൂടിയിട്ടേ ഹിരണ്യകശിപുവിന് ഇത്രയും ശുണ്ഠി വന്നതെന്ന് പറയാൻ നിർത്തിയില്ല. അത്രത്തോളം ശുണ്ഠി വന്നു. ഗുരുക്കന്മാരെ വിളിച്ചു. ചണ്ടാമർക്കന്മാർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഇവൻ സ്വന്തം കുലം നശിപ്പിക്കാൻ വേണ്ടി ജനിച്ചതാണ്. ഇത് ഈ അസുരകുലമാകുന്ന ചന്ദനമരത്തിലെ കാഞ്ഞിരമരമാകുന്ന മുൾമരമാണ്. ഇതിനെ വെട്ടിക്കളയണം. കോടാലി ഏതായാലും വിരോധമില്ല. ഇവനെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ, നമ്മുടെ കീർത്തി നശിക്കും. അതുകൊണ്ട് ഇവനെ എങ്ങനെയാണ് വെട്ടേണ്ടത്? ഈ കോടാലി വിഷ്ണു അണച്ചാൽ അതിൻ്റെ പിടിയാണ്, അതിൻ്റെ താഴെയാണ് ഈ മകൻ. അതുകൊണ്ട് രണ്ടിനെയും നശിപ്പിക്കണം. ശിക്ഷയുണ്ട്. ഇവിടെ പഠനമല്ല ചെയ്യണത്. പ്രഹ്ലാദന് വിഷയ മോഹം വരണം. അതേപോലെ സാമധാന ഭേദദണ്ഡങ്ങളെ കൊണ്ട് രാജകുമാരൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മാറ്റണം. ധർമാർത്ഥ കാമങ്ങൾ ഭേദബുദ്ധിയോട് കൂടിയിട്ട് പഠിപ്പിക്കണം. അതല്ലെങ്കിൽ ഇത് ശരിയാവില്ല. പ്രഹ്ലാദിനെ വലിച്ച് താഴത്തേക്കിട്ടു. അതായത് ഇനി ഇയാളെ പഠിപ്പിക്കാൻ വിട്ടാൽ ശരിയാവുമെന്ന് ശരിയാ. കോപം അതിൻ്റെ മാക്സിമത്തിലായത് കൊണ്ട് ഈ ഗുരുക്കന്മാരുടെ ശമ്പളം കൂടി കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. എൻ്റെ മകനെ ഇങ്ങനെ വിപരീതമായിട്ട് പഠിപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്കിനി എൻ്റെ സേവനം ചെയ്യാൻ വേണം, മറ്റേ കാശ് തരൂല. ആ രീതിയിൽ ശിക്ഷ. പിന്നെ മാത്രമല്ല ബ്രാഹ്മണനായതുകൊണ്ട് മറ്റു കൂടുതൽ ശിക്ഷ ആ സമയത്ത് ചെയ്യില്ല എന്നും ശുക്രാചാര്യൻ്റെ പേടിയുണ്ട്. അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞു, അതെ ഇതൊന്നും പഠിപ്പിച്ച് ഞങ്ങളല്ല കേട്ടോ,
ഇത് നൈസർഗികീ രതിയാണ്, അതായത് ജന്മനാ ഉള്ള ഒരു ഭാവമാണ് പ്രഹ്ലാദന്റെ. അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് ശിക്ഷിക്കണ്ട. പ്രഹ്ലാദനോട് ചോദിച്ചു, ഈ വിപരീത ബുദ്ധി ആരാ നിനക്ക് തന്നത്? അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, അതേ ഈ ഗുരുക്കന്മാരെ വെറുതെ ഒന്നും ചെയ്യണ്ട, എനിക്ക് തന്നത് ഭഗവാനാണ്, അച്ഛന് തന്നത് ഭഗവാൻ തന്നെയാണ്. ഈ വിഷയങ്ങളെ അനുഭവിക്കാനുള്ള മോഹം അത് മൃഗങ്ങൾക്കൊക്കെ ഉണ്ട്, അവർക്കതൊക്കെ സാധിപ്പിക്കുന്നുണ്ട് ഭഗവാൻ. അതിന് അവർ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണില്ല. നമുക്കും അത് സാധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ജീവന്റെ ലക്ഷ്യം മുക്തിയാണ്, അതിന് സത്സംഗമാണ് വേണ്ടത്. ഞാൻ എൻ്റെ സത്സംഗമായിട്ട് കണ്ടത് നാരദ മഹർഷിയും ഭഗവാനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സ് ഇങ്ങനെയായി, അത്രയേ ഉള്ളൂ. ഈ ഗുരുക്കന്മാരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അത് പൊട്ടക്കണ്ണൻ മറ്റൊരു പൊട്ടക്കണ്ണനെ കൊണ്ട് നടക്കുമ്പോൾ എന്താ ഉണ്ടാവുക? കൊണ്ടുചാടും. അപ്പം അങ്ങനെ ഒരു അബദ്ധത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അച്ഛനും അതുപോലെ ആവരുത് കേട്ടോ. ഈ സംസാരം കിടക്കാൻ സദ്ഗുരുവാണ് വേണ്ടത്, ജ്ഞാനിയെയാണ് ആശ്രയിക്കേണ്ടത്. ഭഗവാനിൽ എത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചോളൂ, പ്രയത്നിച്ചോളൂ. ഭഗവാൻ അങ്ങേ ഉപേക്ഷിക്കുകയില്ല. സർവസംഘ പരിത്യാഗിയായിട്ടുള്ള ഈ മഹാഋഷിമാരുണ്ടല്ലോ, അവരൊക്കെ ഭഗവാനാൽ അനുഗ്രഹീതരാണ്, ഭഗവാനെ ആശ്രയിക്കുന്നവരാണ്. അങ്ങയും അതുപോലെ തന്നെ അച്ഛാ, ഗുരുസേവ ചെയ്തോളൂ, ഭഗവാനെ സേവ ചെയ്തോളൂ. ഈ ചണ്ടാമർക്കന്മാരെ അല്ല വേണ്ടത് എന്ന് സാരം. ഇതൊക്കെ കേട്ടപ്പോൾ ഭഗവത്പരമായിട്ടാണ്, ഭഗവതോന്മുഖമായിട്ടാണ് വേണ്ടത്. ഹിരണ്യകശിപു അങ്ങനെയാണ് ചെയ്യേണ്ടത്. മറ്റ് പ്രജകൾ, ഈ സൈന്യങ്ങൾ, മന്ത്രിമാരെ ഒക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഗുരുക്കന്മാരെ വിട്ട് നല്ല ഗുരുക്കന്മാരെ സ്വീകരിക്കൂ. ഇതാണ് പറഞ്ഞത്. ഹിരണ്യകശിപുവിന് ശുണ്ഠി വന്നു, തള്ളി താഴ്ത്തിട്ടു, കൽപ്പിച്ചു. രാക്ഷസന്മാരെ, സൈന്യങ്ങളെ മുഴുവൻ വിളിച്ചു. എന്നിട്ട് കേമന്മാരോട് പറഞ്ഞു, ഇവനെ കൊന്നോളൂ. സ്വന്തം ചെറിയച്ഛനെ കൊന്ന വിഷ്ണുവിൻ്റെ ദാസനായിട്ടാണ് ഇവൻ. ഇപ്പം 5 വയസ്സേ ഉള്ളൂ. എന്നെ ഉപേക്ഷിച്ചു, അച്ഛനെ ഉപേക്ഷിച്ചു, ബന്ധുക്കളെ മുഴുവൻ വിട്ടു. അന്യൻ്റെ ആൾക്കാർക്ക് മുഴുവൻ നന്നാവണം, നമ്മുടെ സ്വന്തം കുലത്തിന് മുഴുവൻ കൊലം മുഴുവൻ നശിക്കണം എന്ന് വിചാരിക്കുന്നതായിട്ടുള്ള ഇവനെ ഇനി ജീവിച്ചുകൂടാ. അതുകൊണ്ട് ഇവനെ വധിക്കുക തന്നെ വേണം. ശരീരത്തിൽ ഒരു വ്രണം വന്നു, കയ്യുമ്പിലോ കാലുമ്പിലോ, അത് ഒരു പക്ഷേ ജീവനെ ബാധിക്കുന്ന വെച്ചാൽ കയ്യും കാലും വെട്ടിക്കളയണം, എന്നിട്ട് ജീവൻ നിലനിർത്തണം. അതാ വേണ്ടത്. ലോക നിയമം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഇവനെ എപ്പോൾ വേണിച്ചാൽ വധിച്ചോളൂ, എങ്ങനെ വേണിച്ചാൽ വധിച്ചോളൂ. ഉണ്ണുമ്പോഴോ ഉറങ്ങുമ്പോഴോ കുളിക്കുമ്പോഴോ എപ്പോഴാച്ചാൽ വധിക്കാം. ഇപ്പം കൽപ്പന കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി. സാധുക്കളെ വധിക്കുക, അത് വലിയ സന്തോഷമാണ്. അപ്പോൾ ആയുധം കൊണ്ട് പ്രയോഗിക്കാം, വളരെ എളുപ്പമാണല്ലോ. വിചാരിച്ചാൽ വാളുകൊണ്ട്, ശൂലം കൊണ്ടോ ഒക്കെ പ്രഹ്ലാദനെ പലതരത്തിൽ കൊല്ലാൻ വേണ്ടി നോക്കി, അതൊന്നും നടന്നില്ല. പ്രഹ്ലാദൻ മരിക്കണില്ലല്ലോ, അതെന്താ അത് കാരണം? അപ്പോൾ മതയാനെ കൊണ്ട് ചവിട്ടിച്ചു, സർപ്പങ്ങളെ കൊണ്ട് കടുപ്പിച്ചു. ഘോര വിഷമുള്ള സർപ്പാണ്, പക്ഷേ മരിച്ചില്ല. അപ്പോൾ ആഭിചാര ഹോമാദികളൊക്കെ ചെയ്തു, മരിച്ചില്ല. പർവ്വതങ്ങളിൽ താഴെ ഇടുക, തീയിലിടുക, അതേപോലെ ഗുഹയിലിട്ട് അടച്ചിട്ട് വിഷക്കാറ്റ്, വിഷത്തിൻ്റെ പുക ഇങ്ങനെ ശ്വസിപ്പിക്കുക, മണ്ണിൽ കുഴിച്ചിടുക, വെള്ളത്തിൽ മുക്കുക. ഇപ്പോൾ കാറ്റോ അഗ്നിയോ സമുദ്രമോ ഒക്കെ തോറ്റു കേട്ടോ, പഞ്ചഭൂതങ്ങളൊക്കെ തോറ്റു. അപ്പോൾ ഇവൻ്റെ രക്ഷകൻ ആരാ ഇവനെ രക്ഷിക്കുന്നത്? ഇത് നമ്മുടെ നേർക്ക് വരുമോ? അസുരർക്കും പേടിയായി, അതേപോലെ തന്നെ ഹിരണ്യകശിപുവിനും പേടിയായി. ഇതിപ്പോൾ എന്താ ഉണ്ടാവുക? അപ്പോഴേക്കും അവിടെ ചണ്ടാമർക്കന്മാർ വന്നു. അങ്ങ് പേടിക്കണ്ട, അങ്ങ് ത്രിലോക വിജയിയാണ്. ഈ ഒരു ഉണ്ണി കാരണം കൊണ്ട് അങ്ങേക്ക് ഒന്നും സംഭവിക്കില്ല. ഇതിപ്പോൾ എന്തോ ഒരു ചെറിയ മായയുണ്ട്, ആ മായയെ മറികടക്കാൻ അച്ഛൻ മായ മറികടക്കണ ആളാണ്. അപ്പം അതുകൊണ്ട് അച്ഛൻ വരട്ടെ, മറ്റേ ശുക്രാചാര്യർ വരട്ടെ. രാജാവായിട്ടുള്ള ഹിരണ്യകശിപു പേടിക്കണ്ട, ചക്രവർത്തിയാണ്, അങ്ങ് 14 ലോകങ്ങൾക്ക് അധിപതിയാണ്. അതുകൊണ്ട് ഞങ്ങൾ വരുണപാശം കൊണ്ട് കെട്ടിയിടാം ഈ ഉണ്ണിയെ, അച്ഛൻ വരണവരെ. അച്ഛൻ പോരും, വലിയ താമസമില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഗുരുകുലത്തിൽ കൊണ്ടുപോയിട്ട് ഈ ഉണ്ണിയെ കെട്ടിയിട്ടു. ഉണ്ണി ശരീരം തന്നത് സുഖിക്കാനാണ്, അതിന് സമ്പാദ്യങ്ങളൊക്കെ വേണം, അതിന് പണിയെടുക്കണം, നമ്മുടെ ധർമ്മം ആസുരമാണ്. ഈ ഉപദേശങ്ങളെ അച്ഛനും ചണ്ടാമർക്കന്മാരും സാധാരണഗതിയിൽ മറ്റുള്ള എല്ലാവരും ഇതേ ഉപദേശിക്കുള്ളൂ അവിടെ, കാരണം ആസുരാണ്. അത് ലവലേശം ഈ ഉണ്ണി കേട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഈ ഗുരുക്കന്മാരെ മറ്റെവിടേക്കോ പോയി.
ആ സമയത്ത് കുട്ടികളെല്ലാവരും കൂടിയിട്ട് വന്നു കളിക്കാനായിട്ട്. ഇവിടെ ഭരണപാശം കൊണ്ട് കെട്ടിയിട്ടെടുക്കുക. അപ്പോൾ പ്രഹ്ലാദന് കളിക്കാൻ നിവൃത്തിയില്ല. കുട്ടികൾക്ക് പ്രഹ്ലാദനെ ഒപ്പം കളിക്കണം നല്ല ആഗ്രഹമുണ്ട്. കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ഈ കെട്ടഴിച്ചു തരാം, നമുക്ക് ഒരുമിച്ച് കളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളെ അടുത്ത് വിളിച്ചിരുത്തി, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരും, ഈ കെട്ടൊന്നും പഴിക്കണ്ട, അത് കെട്ടിയവർ തന്നെ അഴിച്ചോളും, പേടിക്കണ്ട. അപ്പം അതുകൊണ്ട് സ്നേഹിതന്മാരായിട്ടുള്ള നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ, ഞാൻ പറയണ പോലെ നിങ്ങൾ ചെയ്യൂ, അനുസരിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഹ്ലാദന് 4 പുറത്തും ഇരിക്കാവുന്ന രീതിയിലുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. കുട്ടികളൊക്കെ വട്ടം കൂടിയിരുന്നു. എന്നിട്ട് അവരുടെ കണ്ണും മനസ്സും പ്രഹ്ലാദനിലേക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. അതങ്ങനെ തന്നെ സംഭവിച്ചു. ദയോട് കൂടിയിട്ട് പ്രഹ്ലാദൻ ഇവരെ ഉപദേശിക്കാൻ തുടങ്ങി. 2 അധ്യായം, 6ഉം 7ഉം അധ്യായം മുഴുവൻ പ്രഹ്ലാദന് ഉപദേശം കൊടുക്കുകയാണ്. കൗമാര ആചര്യ പ്രാജ്ഞ, കുട്ടിക്കാലം മുതലേ ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം, ആശ്രയിക്കണം. ഇത് തൊട്ടാണ്ട് തുടങ്ങുകയാണ്. അത് നമുക്ക് അടുത്തേ പറയാം. ഇപ്പം നമ്മൾ 2ഉം 3ഉം 4ഉം 5ഉം സപ്തമസ്കന്ധത്തിലെ 3 അധ്യായത്തെയാണ് ഇപ്പോൾ പറഞ്ഞത്. അത് ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഇപ്പോൾ ഭാഗവതം സംസ്കൃത ശ്ലോകം ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ സാരം മുഴുവൻ എഴുതി വെച്ച് അത് നോക്കി വായിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പ്രഭാഷണമല്ല, നോക്കി പറയുകയാണ്. പക്ഷെ ഭാഗവതത്തിൽ ഇതാണ് ഉള്ളത് എന്ന് ഈ പ്രഭാഷണം കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇതിനെ വീണ്ടും വീണ്ടും ശ്രവിക്കണം എന്നും ഇത് ഷെയർ ചെയ്യണമെന്നും വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ, നാരായണ 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 നാരായണ.